പലക്കടമ്പലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാവേലിക്കരയിലെ സ്പെഷ്യൽ സബ് ജയിലിലാണ് ഉള്ളത്. 14 ദിവസത്തെ റിമാൻഡിലാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ അടുത്ത ദിവസം ആവശ്യപ്പെടും. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് സംഘത്തിന്റെ നിലപാട്. അക്കാര്യം കോടതി അറിയിച്ചു. പ്രത്യേകമായി അപേക്ഷ സമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം രാഹുൽ ജാമ്യാപേക്ഷ കോടതി പരിഗണനയ്ക്ക് എടുത്തിട്ടുമില്ല. രഘുനാഥ് നാരായണൻ തുടരുകയാണ്. രഘു, ഇനിയുള്ള കോടതി നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകും എന്ന കാര്യം ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ. രാഹുലിന്റെ ഭാഗത്തുനിന്നുള്ള മൂവ്മെന്റാണ് എന്ന കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ടോ? രാഹുലിന് വേണ്ടി അഭിഭാഷകർ ഉൾപ്പെടെ ആരെങ്കിലും സംസാരിക്കാൻ വന്നിട്ടുണ്ടോ, തയ്യാറായിട്ടുണ്ടോ, പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഈ മൂന്നാമത്തെ കേസിൽ? രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ജയിലിൽ എത്തിച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളമാകുന്നു. ഇതുവരെ ഏതെങ്കിലും രീതിയിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരോ ഇവിടെ എത്തിയിട്ടില്ല. കാരണം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. സാധാരണ നിലയിൽ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വൈദ്യപരിശോധന നടത്തിയതിനു ശേഷമാണ് ജയിലിലേക്ക് കൊണ്ടുവരിക. പക്ഷേ രാഹുലിനെ എത്തിച്ച ഇടങ്ങളിൽ, പൊതു ഇടങ്ങളിലൊക്കെ നടന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. കൂടുതൽ പ്രതിഷേധങ്ങൾ, ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നതുകൂടി കണക്കിലെടുത്താണ് കോടതിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ നേരെ ഇവിടെ മാവേലിക്കര ജയിലിലേക്ക് കൊണ്ടുവന്നത്. അല്പസമയം മുമ്പാണ് നമ്മൾ കണ്ടത്. ഡോക്ടർമാർ ഇവിടെ എത്തി വൈദ്യപരിശോധനയ്ക്ക് രാഹുലിനെ വിധേയനാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ രാഹുലിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ എന്താണ് രാഹുലിൻ്റെ അടുത്ത നിയമപരമായ വഴിതേടൽ എന്നുള്ള കാര്യമോ ഇതുവരെ ആരും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷേ മുൻപ് നമ്മൾ കണ്ടതാണ്, 2 കേസുകളിലും രാഹുൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒളിവിൽ പോയ രാഹുൽ നിയമപരമായി മുന്നോട്ട് പോയി ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷേ അതേ രീതിയിൽ ഈ കേസിനും ജാമ്യം നേടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാകാം. ഇത്തരത്തിൽ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതീവ രഹസ്യമായി അറസ്റ്റ് ചെയ്യുന്നതും മറ്റ് നിയമ നടപടിയിലേക്ക് കടക്കുന്നതും വലിയ പ്രതിരോധമാണ് ഈ കേസിൽ. രാഹുലിനെ സസ്പെൻഡ് ചെയ്തതാണ്, രാഹുൽ കോൺഗ്രസിൻ്റെ ഭാഗമല്ല എന്നൊക്കെ പറയുമ്പോഴും രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടാണ് രാഹുലിന് ഈ സമൂഹത്തിൽ ഇത്ര വലിയ അംഗീകാരവും ഒരുപക്ഷേ അല്ല MLA ആകാനുള്ള കാരണവും രാഹുലിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മേൽവിലാസം തന്നെയാണ്. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞു ഒഴിയുന്നതിനോടൊപ്പം തന്നെ, കാരണം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഘട്ടത്തിൽ പലതവണ മാധ്യമപ്രവർത്തകർ നിരന്തരം കോൺഗ്രസിൻ്റെ നേതാക്കളോട് ആവശ്യപ്പെടുന്നതാണ്, എന്തുകൊണ്ട് രാഹുൽ MLA സ്ഥാനം രാജിവെക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞവർ ഒഴിയുകയായിരുന്നു. അങ്ങനെ ഒരു ഒഴിഞ്ഞതിൻ്റെ പാപഭാരം കൂടി ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ചുമക്കേണ്ടി വരും. കാരണം രാഹുൽ രാജിവെച്ചതുകൊണ്ട് ഒരുപക്ഷെ ഇതിനു മുൻപാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമായിരുന്നു. അതിനപ്പുറം ഏതെങ്കിലും രീതിയിൽ സർക്കാരിനെ മറിച്ചിടുന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ബുദ്ധിമുട്ടിലാക്കുന്നോ യാതൊരു വിധമായ കാരണങ്ങളും ആ ഘട്ടത്തിലൊന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. രാഹുലിനെ പുറത്താക്കുന്നതിനോടൊപ്പം തന്നെ രാഹുലിനോട് ഒരു ഘട്ടത്തിലും എനിക്ക് തോന്നുന്നില്ല MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഈ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഒരു 100 ദിവസം പോലുമില്ല, 3 മാസത്തിനടുത്തേ ഉള്ളൂ. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ യുവ വോട്ടർമാരൊക്കെ നിർണായകമായ ഒരു സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിൻ്റെ യുവ നേതാവ് ഒരു പീഡനക്കേസിൽ ജയിലിനുള്ളിലാകുക എന്നുള്ളത് കോൺഗ്രസിനെ രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ പ്രതിരോധമാണ്. അതേസമയം LDF സംബന്ധിച്ച് ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ വളരെ പ്രധാനപ്പെട്ട തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ ചർച്ചകൾ, അതിന് പിന്നാലെ നടക്കുന്ന അറസ്റ്റ്, സ്വാഭാവികമായും വീണ്ടും ഒരു പ്രതിരോധം തീർക്കാൻ കഴിയുന്ന സാഹചര്യത്തേക്ക് രാഷ്ട്രീയമായ ചർച്ചകളൊക്കെ ഉണ്ടാവുകയാണ് ഈ ദിവസത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകം മൂന്നാമത്തെ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാവുന്നതും റിമാൻഡിൽ ആകുന്നത്.